ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് ഒരു ഫെൻസ് എനർജൈസർ ട്രാൻസ്ഫോമർ എങ്ങനെ നിർമ്മിക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വൈൻഡിങ് പേപ്പർ അതിൻ്റെ കറക്റ്റ് സൈസിൽ കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഇത് ടൈപ്പ് 3 1.25 ഇഞ്ച് ബോബിനാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. 1.25 1.25 പേപ്പർ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇത് ബോബിൻ ടൈപ്പ് 3 1.25 വിത്തും 1.25 ഹൈറ്റും സ്ക്വയർ. ഒരിഞ്ച് 1.25 ഇഞ്ച് 1.5 ഇഞ്ചിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് 1.25 ഇഞ്ച്. അതിനിപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോബിന് മുകളിൽ ഒരു റൗണ്ട് പെയിൻറ്റിങ് പേപ്പർ ചുറ്റാം. ഇനി അത് നമുക്ക് അതിൻ്റെ മരത്തിൻ്റെ കട്ട വെച്ച് ടൈറ്റ് ചെയ്യാം. മെഷീനിൽ വെക്കുമ്പോൾ ഇളകാതിരിക്കാൻ പെയിൻറ്റിങ് മാറിപ്പോവും. അപ്പോൾ അത് നല്ല ഐക്കോർ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ചുറ്റുന്നത് പ്രൈമറി 20 ഇഞ്ച് 17 ഗേജ് വയർ 20 ടേൺസ് ചുറ്റാം. 17 SWG ഒരു 20 ടേൺസ് ചുറ്റണം. അപ്പോൾ അതിനാദ്യം നമ്മൾ വെൻഡിങ് മെഷീനിൽ ടൈറ്റ് ചെയ്ത് അതിൻ്റെ സ്പീഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ചുറ്റുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു 3 mm 4 mm നമ്മൾ മേളിലും താഴെയും ആ ബോബിൻ്റെ ഉള്ളിൽ ഗ്യാപ്പ് വിടണം. അടുപ്പിച്ച് ചുറ്റരുത്. അപ്പം ഈ ആർക്കിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു 4 mm താഴെയും 4 mm മേലെയും ഗ്യാപ്പ് വിട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് വേണം ചുറ്റാൻ. മറ്റുള്ള ട്രാൻസ്ഫോമർ നമുക്ക് ബോബിനോട് ചേർത്ത് ചുറ്റിയെടുക്കലുണ്ട്. പക്ഷേ ഫെൻസിങ്ങിനെ അങ്ങനെ ചെയ്യലില്ല. കാരണം ഹൈ വോൾട്ടാണ് പാസ്സാകുന്നത്. അതുകൊണ്ട് കോറിലേക്ക് ആർക്കിംഗ് ഒക്കെ അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ ആ സിസ്റ്റത്തിൽ കറക്റ്റായിട്ട് ചെയ്യണം. പിന്നെ ഇത് ഫുള്ളായിട്ട് പല ടൈപ്പ് വരുന്നുണ്ട്. അതിൽ ചിലതിൽ ഫുള്ളായിട്ട് 33 ടേൺസ് 28 ടേൺസൊക്കെ ഇടുന്നുണ്ട്. അത് ഫുള്ളായിട്ട് തന്നെ ചുറ്റുന്നതുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷൻ ചുറ്റുമ്പോൾ ആ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. മാക്സിമം ഇങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ആ ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പതിനേഴ് ഗേജാണ്. അപ്പോൾ അത് കൊടുക്കുക. എന്നിട്ടൊരു 10-12 ടേൺസ് കഴിയുമ്പോൾ ഒരു വെൻഡിങ് പേപ്പറിൻ്റെ ഒരു പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് മുകളിലേക്ക് എൻ്റെ ഇടയ്ക്ക് വെക്കുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കമ്പി അതിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് നമുക്ക് എഡ്ജ് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാം. സൈഡിൽ നമ്മൾ സ്ലീവ് ഇട്ടിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തിട്ട് എടുക്കാൻ. ഇപ്പം നമ്മൾ 20 ടേൺസ് ചുറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഇൻസുലേഷനൊക്കെ കൊടുത്ത് ഒരു 2 ലെയർ പാക്കിംഗ് കൊടുത്ത് നിർത്താം. അടുത്തതായിട്ട് നമ്മൾ കൊടുക്കുന്നത് 27 SWG 27 ഗേജിൻ്റെ വയർ. നമ്മളൊരു വയർ വെച്ച് അതിൽ ജോയിൻ്റ് അടിച്ച് ടെർമിനലിൽ പുറത്തേക്ക് എടുക്കുന്ന മാതിരി വയർ കൊടുത്ത് സ്ലീവ് ഇട്ട് കറക്റ്റ് ചെയ്യുക. ഇത് നമുക്കൊരു 650 ടേൺസ് ചുറ്റണം.
ഒരു 50 ലെയറായിട്ട് നമുക്ക് 13 ലെയർ ചുറ്റേണ്ടി വരും. അത് ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കൊടുക്കാൻ. ഓരോ 50 ചുറ്റ് കഴിയുമ്പോഴും നമ്മൾ ഓരോ പാക്കിങ് കൊടുത്തിട്ട് വേണം ചുറ്റാൻ. ഇപ്പോൾ നമുക്ക് അതിൻ്റെ 27 സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, സ്പീഡ്. അപ്പോൾ ഓരോന്നിനും നമ്മൾ മെഷീനിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണം. ഓട്ടോമാറ്റിക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതായിക്കോളും. മാനുവൽ ടൈപ്പ് ആയതുകൊണ്ട് സ്പീഡ് അതിലൊരു റബ്ബർ ബുഷ് ഉണ്ട്, അത് വെച്ച് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്നിന് മേലെ ഒന്ന് വരരുത്, ആ രീതിയിൽ നമ്മൾ ചുറ്റണം. അതേപോലെ ആ ഗ്യാപ്പ് അപ്പുറത്തും മേളിലും താഴെയും നമ്മൾ ആ ഗ്യാപ്പ് വിടുക, എന്നിട്ട് ചുറ്റുക. ഇപ്പം നമുക്ക് ഒരു ലെയർ എങ്ങനെയാണ് ചുറ്റിക്കുന്നതെന്ന് കാണിക്കാം. അതിനുശേഷം ടൈം നമുക്ക് കുറേ ആവുന്നതുകൊണ്ട് നമ്മൾ ചുറ്റി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് ലെയർ ചുറ്റാൻ തുടങ്ങുകയാണ്. ഗ്യാപ്പ് കറക്റ്റ് ചെയ്തിട്ട് ചുറ്റാം. എല്ലാം വലിച്ച് ടൈറ്റായിട്ട് ചുറ്റണം, ലൂസ് വരാൻ പാടില്ല. ആദ്യത്തെ 12 ലൈൻ നമ്മൾ അത് കറക്റ്റായിട്ട് ഒന്ന് നോക്കി കൊടുത്താൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചുറ്റാൻ പറ്റും. ആദ്യം ആ കറക്റ്റ് പൊസിഷൻ ഒന്ന് കറക്റ്റ് ആകുന്നവരെ നമ്മൾ കൈ കൊണ്ടൊന്ന് പിടിച്ച് കറക്റ്റ് ചെയ്യുക. അപ്പോൾ താഴത്തെ ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ ചുറ്റാൻ തുടങ്ങുന്നത്. ചുറ്റി മേളിലും അതേപോലെ മുട്ടിക്കാത്ത രീതിയിൽ നമുക്ക് ചുറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് അതിന് പാക്കിങ് കൊടുക്കുക, എന്നിട്ട് അടുത്ത റൗണ്ട് ചുറ്റുക. അങ്ങനെ നമ്മൾ 13 റൗണ്ട് ചുറ്റുമ്പോഴത്തേനും നമുക്ക് 650 ടേൺസ് ആവും. അപ്പോൾ ആദ്യത്തെ ഈ ഒരു ലെയർ ചുറ്റുന്നത് മാത്രം കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം ചുറ്റി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഒരു ലെയർ നമ്മൾ ചുറ്റി, അപ്പോൾ അത് ചുറ്റിൻ്റെ ആ ഗ്യാപ്പ് കണ്ടില്ലേ, അതേപോലെ എല്ലാം ചുറ്റണം നമുക്ക്. ഇനിയിപ്പോൾ ഇതിന് ഒരു ഫസ്റ്റ് ഒരു പാക്കിങ് കൊടുക്കുക, എടുത്ത് നമ്മൾ അടുത്തത് കൊടുക്കുക. അങ്ങനെ അതിലേക്ക് നമ്മൾ പേപ്പർ ചുറ്റി വിടാം. കുറച്ച് ടൈം എടുക്കും. ഇങ്ങനെ നമ്മൾ പാക്കിങ് കൊടുത്ത് ചുറ്റുമ്പോൾ മറ്റേ ചാർജറൊക്കെ ചുറ്റുന്ന മാതിരിയല്ല, കുറച്ച് സമയമെടുത്തേ ഇത് ചുറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം വരുന്നതുകൊണ്ട് അടുത്ത് നമ്മൾ ഈ മെത്തേഡിൽ തന്നെ നിങ്ങൾ എല്ലാം ചുറ്റുക. അപ്പോൾ നമ്മൾ അടുത്ത് ഫുള്ളായിട്ട് ചുറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതായിട്ട് കോറ് സെറ്റ് ചെയ്യണം. അടുത്തത് അതിൻ്റെ മുകളിൽ ചുറ്റി തുടക്കണം. അപ്പോൾ നമ്മളെല്ലാം ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ലാസ്റ്റ് കണക്ഷൻ വയർ കൊടുക്കുക, അതാണ് ഔട്ട് പോകുന്നത്. അപ്പോൾ അതിന് നല്ല പാക്കിങ് കൊടുത്തിട്ട് ഈ ഒരു പീസ് നമ്മൾ വൈൻഡിങ് പേപ്പർ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കുക. വരുമ്പോൾ നല്ല ടൈറ്റായിട്ട് നമുക്ക് വയർ നിൽക്കും. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി അതിൻ്റെ മുകളിൽ പിന്നെ വൈൻഡിങ് പേപ്പർ 2 ചുറ്റും കൂടെ ചുറ്റിയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫിനിഷിങ് കറക്റ്റാവും. ഇനി നമുക്ക് കോറ് സെറ്റ് ചെയ്യാം. കോറ് 2 രീതിയിൽ സെറ്റ് ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് ഇപ്പം
ഈ കോറെല്ലാം ഒരു സൈഡും ഐ കോറ് ഇനിയൊരു സൈഡും അങ്ങനെയാണ് ഇടുന്നത്. അതാകുമ്പോൾ നമുക്ക് അതിൻ്റെ വർക്കിങ്ങിന് ഒരു സൗണ്ട് കൂടുതൽ കേൾക്കാൻ കഴിയും. ടക്ക് ടക്ക് എന്നുള്ള വർക്കിങ്ങിൻ്റെ ഒരു ശബ്ദം കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് ആ മെഷീൻ്റെ വർക്കിങ് എവിടെയെങ്കിലും എർത്തായിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ആ സൗണ്ട് കുറയുമ്പോൾ എളുപ്പം പാർട്ടിക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മറ്റേ ഒരു ഈ കോർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ താഴെ മേളിലുമായിട്ട് ഇടും, അങ്ങനെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് ഈ കോറ് മേളിലും ഐ കോർ അടിയിലും മൊത്തത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ആ സൗണ്ട് വേരിയേഷൻ ഒന്നുണ്ടാവും. ഇനി നമ്മളതിൽ കുറച്ച് വാർണിഷ് ഉള്ളിൽ കൊടുക്കുന്നില്ല, പുറത്തെ കോറൊക്കെ ചിലപ്പോൾ തുരുമ്പ് പിടിച്ചു പോകും. ഷെഡിലും ഒക്കെയാണല്ലോ ഇത് വെക്കുന്നത്. അപ്പോൾ കൃഷി സ്ഥലത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് തണുപ്പൊക്കെ അടിക്കുമ്പോൾ തുരുമ്പ് പെട്ടെന്ന് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കോറിൽ കംപ്ലീറ്റ് നമ്മൾ വാർണിഷ് ഇട്ടിട്ട് അത് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ തുരുമ്പ് കയറുന്നത് ഇല്ലാതാക്കാൻ കഴിയും. അതിന് ശേഷം ഇപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഗ്ലൂ സ്റ്റിക്ക് മേലെ സീല് ചെയ്യുകയാണ് ചെയ്യുന്നത്. എപ്പോക്സി എന്ന് പറഞ്ഞാൽ അതൊക്കെ കൊടുക്കാം, പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അത് കൊടുത്താലും നല്ലതാണ്, പക്ഷേ നമുക്കിപ്പം അതില്ല. ഞാനിവിടെ ഇപ്പോൾ ചെയ്യുന്നത് ഗ്ലൂ സ്റ്റിക്ക് അത് ഇട്ട് സീൽ ചെയ്യുന്നതാണ് ഇപ്പോൾ ഇനിയും കാണിക്കാൻ പോകുന്നു. ഇപ്പോൾ വാർണിഷ് നമ്മളിട്ട് കോറിൽ മാത്രം ഉള്ളിലിടാം. ഉള്ളിൽ വാർണിഷ് ഇട്ടാൽ നമ്മൾ വെയിലത്ത് വെച്ച് നല്ല ഉണക്കണം. അപ്പം അതിപ്പോൾ ചെയ്യുന്നില്ല. ഇപ്പോൾ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ 4 ഭാഗവും കവർ ചെയ്യുക ചെയ്യുന്നത്. ഒരു എയർ ടൈറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നാല് സൈഡും അങ്ങനെ ചൂടാക്കി ഒരു എയർ ടൈറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഈ തണുപ്പ് കാരണം ഒരു ഈർപ്പമൊക്കെ ഉള്ളിൽ ഇറങ്ങിയാൽ ആർക്കിങ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ അത് തടുക്കാൻ കഴിയും. നനവ് ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ ഹൈ വോൾട്ട് ആയതുകൊണ്ട് അത് ചാടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ സൈഡും ഒട്ടിച്ച് ഫിനിഷാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുടെ വീണ്ടും കാണാം. നന്ദി.